നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ പാഠങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് നീളുമീ യാത്ര തൻ വിസ്മയങ്ങൾ. പ്രകൃതി ഭംഗിയുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് 1ാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ടത്. പ്രകൃതി സൗന്ദര്യം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രാനുഭവങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പുരാതന കാലം മുതൽക്കേ മനുഷ്യന് യാത്ര വളരെയേറെ കൗതുകം നൽകിയിരുന്നു. അവർ യാത്രയുടെ അനുഭവങ്ങൾ വരകളായും വർണ്ണങ്ങളായും ഒക്കെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇന്ന് സഞ്ചാര സാഹിത്യം എന്ന സാഹിത്യ ശാഖ തന്നെയുണ്ട്. യാത്ര ചെയ്യാൻ അവസരമില്ലാത്ത മനുഷ്യർക്ക് അത്തരം രചനകളിലൂടെ പുതിയ പ്രദേശങ്ങൾ കണ്ടറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുന്നു. മലയാളത്തിലും ധാരാളം സഞ്ചാര സാഹിത്യ കൃതികൾ ഉണ്ട്. ഈ യൂണിറ്റിലൂടെ വ്യത്യസ്തങ്ങളായ യാത്രാനുഭവങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായി പ്രവേശക പ്രവർത്തനം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ചോദ്യവുമുണ്ട്. ചിത്രം നോക്കിക്കോളൂ. ഭംഗിയുള്ള പുഴയുണ്ട്, തോണിയുണ്ട് പുഴയിൽ. അതിനോട് ചേർന്ന് വയൽ, പൂത്തു നിൽക്കുന്ന മരങ്ങൾ നിറഞ്ഞ കാട്, കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടുമൃഗങ്ങൾ, കാട്ടരുവി, അങ്ങനെ എന്തൊക്കെയുണ്ടല്ലേ. ഈ കാഴ്ചകൾ വാക്യങ്ങളായി എഴുതി വിവരിക്കണം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യഭംഗി വിവരിക്കുക. ഒരു മാതൃക. മനോഹരമായ ഒരു കാട്. കാടിനു നടുവിലൂടെ തെളിഞ്ഞ വെള്ളവുമായി ഒഴുകുന്ന കൊച്ചരുവി. അരികിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാടിന് പ്രത്യേക ഭംഗി നൽകുന്നു. പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തുന്ന ഗാംഭീര്യമുള്ള ആനയും കടുവയും സ്വതന്ത്രമായി വിഹരിക്കുന്നു. കാടിനപ്പുറം നെൽവയലുകൾ കാറ്റിലാടുന്നു. അരികിൽ തല ഉയർത്തി നിൽക്കുന്ന തെങ്ങുകൾ. തൊട്ടടുത്തുകൂടി ഒഴുകുന്ന പുഴയിൽ ഒരു തോണി കാണാം. അകലെ കാണുന്ന ചക്രവാളത്തിൽ നീലാകാശം ഭൂമിയെ കണ്ടുമുട്ടുന്നു. കാടും വയലും പുഴയും തോപ്പുകളും നിറഞ്ഞ കേരളത്തിൻ്റെ ഒരു കുഞ്ഞു പതിപ്പായി തോന്നുന്ന മനോഹരമായ ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് കടക്കാം. യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു. പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും. അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കും. ശരിയാണല്ലേ? പ്രകൃതി സൗന്ദര്യം നമുക്ക് ഉണർവും ഊർജവും നൽകും, അല്ലെ? ഉന്മേഷം നൽകുന്നതാണ്. മനസ്സ് നിറയ്ക്കുന്ന അനുഭവമായിരിക്കും പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ. ഇവിടെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠത്തിൽ ലേഖകൻ നമുക്ക് നൽകുന്ന യാത്രാനുഭവം എന്താണെന്ന് നോക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ? പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധ്യതയില്ല, അല്ലേ? ഷോളയാർ പുഴയോരം. ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം. മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച. കാട്ടുതീ വന്നതാകുമോ? വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ. മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല. അവയുടെ ഘടന അങ്ങനെയാണ്. എവിടെയും ഈർപ്പമയം, ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ. എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ. അപ്പോൾ എവിടെയാണ് അദ്ദേഹം പോയിരുന്നത്? ഷോളയാർ പുഴയോരത്താണ്, അല്ലേ? ഷോളയാർ പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മലമ്പ്രദേശമാണ്, പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ ഭാഗം.
ആദിവാസികളുടെ വാസസ്ഥലമാണ് അവിടെ. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം പോയിരുന്നത്. ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം. അപ്പോൾ മഴക്കാടുകളുടെ ഒരു ഭാഗം തന്നെയാണത്. മഴക്കാടുകൾ എന്താണെന്ന് അറിയാലോ, ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശം തന്നെയാണ്. അവിടെ നിത്യഹരിത വനങ്ങൾ അവിടുത്തെ പ്രത്യേകതയാണ്. എപ്പോഴും പച്ചപ്പായിരിക്കും, എപ്പോഴും ഈർപ്പമുണ്ടായിരിക്കും. ഇടതൂർന്ന് മരങ്ങൾ ഇങ്ങനെ നിറയെ കാണാം. ഉയരത്തിൽ വളർന്നിട്ട് മേലോട്ട് നോക്കുമ്പോൾ മേൽഭാഗം മുഴുവൻ ഇലകൾ കൊണ്ട് മേൽക്കൂര കെട്ടിയതുപോലെ തോന്നും. പിന്നെ ധാരാളം കുഞ്ഞു സസ്യങ്ങളും വള്ളിച്ചെടികളും പൂക്കളും പ്രാണികളും ഔഷധ സസ്യങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായൊരു സ്ഥലമാണ് ഈ മഴക്കാട്. അപ്പോൾ അത്തരമൊരു പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ മഴക്കാടിൽ മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച. ഇനി കാട്ടുതീ വന്നതായിരിക്കുമോ? കാട്ടുതീ വന്നാലേ ഇങ്ങനെ ഇലകളൊക്കെ, കാട്ടിലെ ഇലകളൊക്കെ, മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങൂ. ഇനി കാട്ടുതീയാവോ? പക്ഷേ അതിന് സാധ്യതയില്ലല്ലോ. ഇതൊരു സാധാരണ കാടല്ല, മഴക്കാടാണ്. അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല ഈ മഴക്കാടുകൾ. അവയുടെ ഘടന അങ്ങനെയാണ്. എപ്പോഴും എല്ലായ്പ്പോഴും ഈർപ്പം നിലനിൽക്കും. എവിടെയും ഈർപ്പമയമായിരിക്കും, നനവുണ്ടായിരിക്കും. ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ, നല്ല ആരോഗ്യമുള്ള തിളങ്ങുന്ന അല്പം പോലും വാടിയിട്ടില്ലാത്ത ഇലകളാണ്, വാട്ടമില്ലാത്ത ഇലകളായിരിക്കും മരങ്ങളുടേത്. എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. നിരവധി അരുവികളും കുളങ്ങളുമൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ. അപ്പോൾ ഈ ഹരിത സാമ്രാജ്യത്തിലേക്ക് തീക്ക് അടുക്കുവാനേ പറ്റില്ല. ഒരിക്കലും അതിനെ അടുപ്പിക്കുകയില്ല ആ മഴക്കാടുകൾ, അതിലെ ഈർപ്പം. അപ്പോൾ അതിനൊരു സാധ്യതയുമില്ല, കാട്ടുതീക്ക് ഒരു സാധ്യതയുമില്ല. പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഉണങ്ങിയതല്ല, ഇലകൾ ഉണങ്ങിയതല്ല, എന്താണ് അവിടെ കാണുന്നത് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു. ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ. ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും. പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട്. ഇവ ചിറകുപൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം. ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഉണങ്ങിയ ഇലകൾ? അവ ചിത്രശലഭങ്ങളായിരുന്നു, അല്ലേ? പൂമ്പാറ്റകളായിരുന്നു. ഒരു വനപ്രദേശം മുഴുവൻ, കാട് നിറയെ പൂമ്പാറ്റകൾ. ഓരോ മരത്തിൻ്റെയും ഓരോ ഇലകളിലും ഇങ്ങനെ പൂമ്പാറ്റകൾ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അവയാണ് ഉണങ്ങിയ ഇലയായി തോന്നിപ്പിച്ചത്. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളാണെന്ന് പറയുന്നുണ്ട്. കോമൺ ക്രോ, അതുപോലെ പ്ലെയിൻ ടൈഗർ, ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ ചിത്രത്തിൽ കാണുന്ന ആ പൂമ്പാറ്റകളാണ് നമ്മൾ പ്ലെയിൻ ടൈഗർ എന്നറിയപ്പെടുന്നത്. ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറം, പിന്നെ അതിൻ്റെ ബോർഡറിൽ കറുപ്പും ബ്രൗൺ നിറവുമൊക്കെ ഉണ്ട്. പിന്നെ വെള്ള ഡോട്ടുകളും. അതാണ് സാധാരണയായി കാണപ്പെടുന്ന പ്ലെയിൻ ടൈഗർ. പിന്നെ കോമൺ ക്രോ, അത് നമ്മുടെ അടുത്ത പേജിലുള്ളതാണ്. കോമൺ ക്രോ എന്ന് നാട്ടിലൊക്കെ കാണാം. ഒരു കാപ്പിപ്പൊടിയുടെ നിറമാണതിന്. ചിറകിൻ്റെ അറ്റത്ത് നിറയെ വെള്ള നിറത്തിലുള്ള ഡോട്ടുകളുമൊക്കെ ആയിട്ടുള്ള ഒരു പൂമ്പാറ്റയാണത്. അപ്പോൾ ഈ 2 തരത്തിലുള്ള പൂമ്പാറ്റകളെയാണ് അവിടെ നിറയെ കാണുന്നത്. അപ്പോൾ അവിടെ നിറം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചിറക് പൂട്ടി ഇലകളോട് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇവർ കണ്ട് പരിഭ്രമിച്ചത്. കാട്ടുതീ വന്ന് ഇലകളൊക്കെ ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചത് ആ കാഴ്ച കണ്ടിട്ടാണ്. അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. ഏതായിരിക്കും ആ അത്ഭുതനാദം? അതെ, തീർച്ചയായും ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം, നമ്മുടെ യാത്രികൻ, നമ്മുടെ ലേഖകൻ, ആ ശബ്ദം കേൾക്കുകയാണ്. ആ അത്ഭുതനാദം കേട്ടു.
പൂമ്പാറ്റകളുടെ ചിറകടി നാദം. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച. അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ നിന്നുപോയി. ഈ അത്ഭുത കാഴ്ച കണ്ടിട്ട് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളിങ്ങനെ ചിറകടിച്ച് പറന്നുയരുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് പൂമ്പാറ്റകൾ ഒന്നിച്ച് പറക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദം കേൾക്കാൻ പറ്റിയത്. അങ്ങനെ ആദ്യമായി പൂമ്പാറ്റകളുടെ ചിറകടി നാദം അദ്ദേഹം കേട്ടു. അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളിങ്ങനെ ഒന്നിച്ച് പറന്നുയരുമ്പോൾ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഒരു കുഞ്ഞെന്നതുപോലെ അദ്ദേഹം ആ കാഴ്ച കണ്ട് നിന്നുപോയി. ഒരു മായാലോകത്തിലെന്ന പോലെ നിന്നുപോയി എന്ന്. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി. ഈർപ്പമാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു. പൂമ്പാറ്റപ്പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. അപ്പോൾ അങ്ങനെ പറന്നു വരുമ്പോൾ ഇങ്ങനെ ആ ശബ്ദം, ആ മൃദുമന്ത്രണം, മൃദുവായ ആ ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ചിറകുകളുടെ. അപ്പോൾ മഴക്കാടിൻ്റെ ഹൃദയഭാഗം നടുക്കായിരിക്കണം അവർ ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നി. അപ്പോഴേക്കും പ്രഭാതമായി. സൂര്യൻ്റെ വെയിലിങ്ങനെ കഷ്ണം കഷ്ണമായ ഇലകൾക്കിടയിലൂടെ താഴേക്ക് വരുന്നത് കാണുന്നുണ്ട്. ഈർപ്പമാർന്ന മണ്ണിൽ നിന്നും ഉയരുന്ന നീരാവിയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു. ഇപ്പോൾ ഉദയസൂര്യൻ്റെ ആ ചെറിയ കിരണങ്ങളൊക്കെ പതിച്ചപ്പോൾ ആ നനവിൽ നിന്നും ഇങ്ങനെ നീരാവി പുക ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ അതിൽ കൂടി ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. പൂമ്പാറ്റപ്പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. അപ്പോൾ ഈ പൂമ്പാറ്റകളെ തിന്ന് ജീവിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പൂമ്പാറ്റകളെ ഒന്നിച്ചു കണ്ടപ്പോൾ ഏതിനെ പിടിക്കണമെന്നറിയാതെ, ഏതിനെ തിന്നണമെന്നറിയാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിന്ന് പോവുകയാണ്. എൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറക് വിരിച്ച് നൃത്തം ചെയ്തു. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക്. ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് അവ എന്നെ ചിറക് വിരിപ്പിച്ചുയർത്തി. അപ്പോൾ അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ മാത്രം, ഇത് യാഥാർത്ഥ്യമാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു സങ്കല്പ ലോകത്തിൽ എന്നതുപോലെ അദ്ദേഹം നിൽക്കുകയാണ്. ഒരു കുട്ടിയായി മാറിയതുപോലെ നിൽക്കുന്നു. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി. ആ പൂമ്പാറ്റയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും ഭാരമില്ലാത്ത ചിറകുകൾ വിരിച്ച് പറക്കുന്ന പൂമ്പാറ്റയായി അദ്ദേഹം മാറുകയാണ്. ഭാരമില്ലാത്ത ഒരു കുഞ്ഞായി ഇങ്ങനെ. അപ്പോൾ മായാലോകത്തിൽ എന്നതുപോലെ അദ്ദേഹം ഇങ്ങനെ പറന്നു നടക്കുകയാണ് മനസ്സുകൊണ്ട്, സങ്കല്പത്തിൽ. അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുമുന്നുണ്ടായിരുന്നു. നിറയെ പൂമ്പാറ്റകൾ. അവയിങ്ങനെ, ഇദ്ദേഹം ഒരു കൊച്ചു പൂമ്പാറ്റയായി മാറിയപ്പോൾ തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളെന്ന രീതിയിൽ പൂമ്പാറ്റകൾ ഇദ്ദേഹത്തെ തൊട്ടുരുമുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ചിറകുകളുടെ ഒരു സ്പർശനമൊക്കെ ഏറ്റ് അദ്ദേഹം അനുഭവിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ട് എന്നെ തഴുകി. ആ ചിറകുകളുടെ സ്പർശനം കൂടാതെ അവയുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ച പൂമ്പൊടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്തായി. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. ആ അത്ഭുതത്തിൻ്റെ കയത്തിൽ ഒരു ആഴത്തിൽ മുങ്ങിയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. വനത്തിലെ രഹസ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അത് ശരിക്കും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റാതെ ഒരു മായാലോകത്തിലെത്തിയതുപോലെ, ഒരു അത്ഭുതങ്ങളുടെ ആഴങ്ങളിലെത്തിയതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലേശമില്ലായിരുന്നു. അതിൽ തന്നെ മുഴുകി നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അതിൽ നിന്നും, ആ സങ്കല്പ ലോകത്തിൽ നിന്നും, ആ മായാലോകത്തിൽ നിന്നും കരകയറണമെന്ന് അദ്ദേഹത്തിന് അല്പം പോലും ആഗ്രഹമുണ്ടായിരുന്നില്ല. പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറന്നു. മറ്റൊരു പൂമ്പാറ്റയായി ആ പൂമ്പാറ്റകളോടൊപ്പം അദ്ദേഹം ഒഴുകി ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. മന്ദമായ കാറ്റ് വീശി. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു. അപ്പോൾ കാറ്റ് വീശിയപ്പോൾ കാറ്റിന് പിടികൊടുക്കാതെ
പൂമ്പാറ്റകൾ ഒരു സംരക്ഷണം എന്നതുപോലെ, സുരക്ഷാ വലയം എന്നതുപോലെ ഇദ്ദേഹത്തിന് ചുറ്റുമായിട്ട് വന്നു നിന്നു എന്നാണ്. എന്തൊരു മനോഹരമായ അനുഭവമാണല്ലേ. നമുക്കും കാട്ടിലെത്തിയതുപോലെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടല്ലേ. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറയെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇങ്ങനെ നമ്മുടെ തൊട്ടുരുമിക്കൊണ്ട് പറന്നു പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്കില്ലേ ഇത് വായിക്കുമ്പോൾ. മനോഹരമായൊരു ദൃശ്യാനുഭവം തന്നെയാണ് ലേഖകൻ വിവരിച്ചിട്ടുള്ളത്. ആരാണ് യാത്ര പോയത്? കാടിനെ ചെന്നു തൊടുമ്പോൾ. എഴുതിയത് N.A. നസീർ. അപ്പോൾ നമ്മുടെ ലേഖകൻ, എഴുത്തുകാരൻ, നമ്മുടെ സഞ്ചാര സാഹിത്യകാരൻ N.A. നസീർ ആണ്. അദ്ദേഹത്തിൻ്റെ കാടിനെ ചെന്നു തൊടുമ്പോൾ എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗമാണിത്. ഇതാണ് ആ പുസ്തകം, കാടിനെ ചെന്നു തൊടുമ്പോൾ എന്നുള്ളത്. N.A. നസീർ 1962 ജൂൺ 10 ജനിച്ചത് എറണാകുളത്ത്. എഴുത്തുകാരനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഒക്കെയാണ്. ഇനി പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാം, പറയാം. 3 ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ എന്തെല്ലാമാണ്? മരങ്ങളിലെ ഇലകളിലെല്ലാം ചിത്രശലഭങ്ങൾ. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്നു. പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീഴുന്ന പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ. ചിറകു വിരിച്ച് നൃത്തം ചെയ്യുന്ന പൂമ്പാറ്റകൾ. രണ്ടാമത്തേത്, ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്ത്? മഴക്കാടിനുള്ളിലെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയത്. അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പൂമ്പാറ്റകളുടെ ചിറകടി നാദത്തെയാണ് ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്തത്, കണ്ടെത്താം, എഴുതാം. ഇവിടെയും 3 ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാകാം? മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല. അവയുടെ ഘടന അങ്ങനെയാണ്. എവിടെയും ഈർപ്പമയം, ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ, എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം. ഇതൊക്കെ കൊണ്ടാണ് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറയുന്നത്. ഷോളയാർ വനങ്ങളിലെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു? മരങ്ങളിലെ ഇലകളിലൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു. ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ മരങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. 3-ാമത്തേത്, യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോൾ? മഴക്കാടുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച കണ്ടപ്പോഴാണ് അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളും വിട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് അവർ കുഞ്ഞുങ്ങളായി മാറിയത്. അടുത്തത്, പ്രയോഗഭംഗി കണ്ടെത്താം എന്നുള്ള ചോദ്യമാണ്. പ്രഭാതം വിളിച്ചറിയിച്ചുകൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി വിശദീകരിക്കുക. പ്രയോഗഭംഗി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥമുള്ള 2 അതിലധികമോ പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ പ്രത്യക്ഷമായി കിട്ടുന്ന അർത്ഥത്തേക്കാൾ സവിശേഷമായൊരർത്ഥം നമുക്ക് ലഭിക്കും ആ ഒരു പ്രയോഗത്തിലൂടെ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം തന്നെയാണ്, ചോദ്യത്തിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന പ്രയോഗം തന്നെയാണിത്. 1-ാമത്തേത്, പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ. പ്രഭാതം വിളിച്ചറിയിച്ചുകൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ
അല്ലേ? അപ്പോൾ ആ ഒരു വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന പ്രത്യേകമായൊരു അർത്ഥം, ഒരു ഭംഗി നമുക്ക് ഇവിടെ കണ്ടെത്താം. സ്വർണത്തിൻ്റെ തിളക്കവും നിറവും രാവിലത്തെ വെയിലിനുണ്ട്. സൂര്യകിരണത്തെ സ്വർണത്തിൻ്റെ കീറായി കൽപ്പിച്ചിരിക്കുന്നത് ആസ്വാദ്യകരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഭാഷയ്ക്കൊരു പ്രത്യേക ഭംഗി ലഭിക്കും, ഒരു അർത്ഥവ്യാപ്തി കിട്ടും, ഒരു സൗന്ദര്യ അനുഭൂതി വായനക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും. മറ്റുദാഹരണങ്ങൾ: ഇരുളടഞ്ഞ മഴക്കാട്. മഴക്കാടുകൾ എപ്പോഴും ഇരുട്ടു നിറഞ്ഞതായിരിക്കും. സൂര്യപ്രകാശം ലഭിക്കാത്ത പ്രദേശം എന്ന അർത്ഥം ലഭിക്കുന്നു. സാധാരണ വനപ്രദേശങ്ങളെക്കാൾ ഭയാനകത അനുഭവപ്പെടുന്നു. അടുത്തത് ചിറകുകളുടെ മൃദുമന്ത്രണം. ചിത്രശലഭങ്ങളുടെ നേർത്തതും മിനുസമുള്ളതുമായ കുഞ്ഞു ചിറകുകൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ സൂചിപ്പിക്കാൻ ഈ ഒരു പ്രയോഗം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഇടശബ്ദം, ചേർത്തും ചേർക്കാതെയും. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം. അടിവരയിട്ട പദം പ്രത്യേകം ശ്രദ്ധിക്കുക, മൃദുവായ മന്ത്രണം. അടുത്ത് നോക്കൂ, അതിന് തൊട്ടടുത്തായിട്ട് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. എന്താണ് അടിവരയിട്ട പദത്തിൻ്റെ പ്രത്യേകത? മൃദുവായ മന്ത്രണം, മൃദുമന്ത്രണം. മൃദുവായ മന്ത്രണം എന്നിടത്ത് ആയ എന്നുള്ള ഇടശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. മൃദുമന്ത്രണം എന്നിടത്ത് ആ ശബ്ദമില്ല. മൃദു പ്ലസ് ആയ ആണ് മൃദുവായ. മൃദു പ്ലസ് ആയ മൃദുവായ. മൃദുവായ മന്ത്രണം, സോഫ്റ്റായ ചെറിയ ശബ്ദം ആണ് മൃദുമന്ത്രണം. അടുത്തത് മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം. മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. ഹൃദയത്തിൻ്റെ ഭാഗത്ത്, ഹൃദയഭാഗത്ത്. ആദ്യത്തേതിൽ ഇടശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻ്റെ എന്നുള്ള ഇടശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതിൽ അത് ചേർത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്, അതായത് ഹൃദയഭാഗത്ത് ഒന്നിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ്, ഇടശബ്ദം ഇല്ല. എന്താണ് ഇടശബ്ദം? അർത്ഥം കിട്ടാൻ വേണ്ടി പദങ്ങൾക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം. വ്യക്തമായ അർത്ഥം കിട്ടാനായി പദങ്ങളുടെ ഇടയിൽ ചേർക്കുന്ന ശബ്ദമാണ് ഇടശബ്ദം. സാധാരണയായിട്ട് പ്രത്യയ രൂപത്തിലുള്ള വിഭക്തി പ്രത്യയങ്ങളാണ് ഇടശബ്ദമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇൻ്റെ, ഉടേ, ഇക്ക്, ഇന്ന്, ആൽ തുടങ്ങിയവയൊക്കെ. അതുകൂടാതെ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദങ്ങളും, അതായത് ആയ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ മൃദുവായ, കൊണ്ടുള്ള, ആകുന്ന തുടങ്ങിയ ശബ്ദങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ. ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇടശബ്ദം ഉപയോഗിച്ചിട്ടുള്ളവ. മൃദുവായ മന്ത്രണം, മൃദുമന്ത്രണം. ഹൃദയത്തിൻ്റെ ഭാഗത്ത്, ഹൃദയഭാഗത്ത്. പുഴയുടെ ഓരം, പുഴയോരം. ഇലകളുടെ ചാർത്ത്, ഇലച്ചാർത്ത്. ജലത്തിൻ്റെ സാന്നിധ്യം, ജലസാന്നിധ്യം. വനത്തിലെ നിഗൂഢത, വനനിഗൂഢത. ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിൽ ഉണ്ടായ സവിശേഷതകൾ എന്തെല്ലാം? മൃദുവായ മന്ത്രണം എന്ന് എഴുതുന്നതിൻ്റെ അത്രയും സമയം വേണ്ട മൃദുമന്ത്രണം എന്ന് എഴുതാൻ. ഇനി പറയാനാണെങ്കിലും അല്ലേ, പറയാനാണെങ്കിലും എഴുതാനാണെങ്കിലും അവിടെ സമയം കുറച്ചേ വേണ്ടൂ. പറയാനുള്ള, അതായത് ഉച്ചാരണ സമയവും ലാഭിക്കാം, എഴുതാനുള്ള സമയവും ലാഭിക്കാം. ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ, ഇടശബ്ദം ഉപയോഗിക്കാതെ എഴുതുമ്പോൾ. കൂടാതെ വാക്യത്തിന് പ്രത്യേക ഭംഗി ലഭിക്കുകയും ചെയ്യും. അടുത്തത് വിശകലനം ചെയ്യാം. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു. ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. മഴക്കാട് നിറയെ പൂമ്പാറ്റകളായിരുന്നു. കാട്ടിലെത്തിയ യാത്രികൻ്റെ ചുറ്റുമായി അവ വന്നു നിറഞ്ഞു. വർണ്ണച്ചിറകുകൾ വീശി തനിക്കു ചുറ്റുമായി ചിറകടിച്ചിളകുന്ന ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ. അവ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ കാട്ടിനുള്ളിൽ യാത്രികന് സുരക്ഷിതത്വം നൽകിയതുപോലെയും അദ്ദേഹത്തിന് തോന്നി. യാത്രികനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ അനുഭവമായിരുന്നു അത്.
ഇനി നിരീക്ഷിക്കാം, വർണ്ണിക്കാം. ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ. നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറുജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട്. ഇവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക. ഉറുമ്പുകളോ അതുപോലെ മറ്റു പ്രാണികളോ പക്ഷികളോ ഒക്കെ നമുക്ക് ദൃശ്യവിരുന്ന് ഒരുക്കാറുണ്ടല്ലേ. അതേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ഒരു ഉദാഹരണം ഇതാ. ആകാശത്തിൻ്റെ ഒരു ഭാഗത്ത് മേഘപാളികളെ മുഴുവൻ മറച്ചുകൊണ്ട് നിരനിരയായി പറന്നു പോകുന്ന പക്ഷികൾ. അവയുടെ ചിറകുകൾ നിശ്ചലമാണെന്ന് തോന്നും. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് രൂപമാറ്റം വരും. ചിലപ്പോൾ അക്ഷരമാലയിലെ റാ പോലെയായിരിക്കും, മറ്റു ചിലപ്പോൾ ടാ പോലെയും. ആ രൂപമാറ്റം ആകാശം നമുക്കായി ഒരുക്കുന്ന ദൃശ്യവിരുന്നു തന്നെയാണ്. ഇനി അട്ടപ്പാടി. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലേക്ക് പോയപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന മറ്റൊരു യാത്രാനുഭവമാണിത്. മണ്ണാർക്കാട്ടു നിന്ന് സൈലന്റ് വാലി, അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു. രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യൻ്റെ ഇളം വെയിലിൽ ഈറൻ മാറി പ്രസരിച്ചിരുന്നു. വൃശ്ചികം പിറന്നതേയുള്ളൂ. വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീചി പരമ്പരകളായി വിലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്തിന് 10 നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരു അതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റുവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേ ഒരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണെന്ന് കൃഷിക്കാർ പറയും. വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണം ഇത്. തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചിക വെയിൽ. വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത. ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷാഭരിതമാവുന്നു. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ യാത്രികൻ എങ്ങോട്ടാണ് പോയത്? അട്ടപ്പാടി ഭാഗത്തല്ലേ. വൃശ്ചിക മാസങ്ങളിൽ ആ പ്രദേശത്തുണ്ടാകുന്ന സവിശേഷത എന്താണ്? ഒരു പ്രകൃതി പ്രതിഭാസം എന്നതുപോലെ എല്ലാ വർഷവും കൃത്യമായിട്ട് വരുന്ന വൃശ്ചിക കാറ്റ് ആണ് പ്രദേശത്തിൻ്റെ പ്രത്യേകത അല്ലേ. പാലക്കാടൻ കാറ്റെന്നും കൂടി അത് അറിയപ്പെടാറുണ്ട്. പാലക്കാടൻ കാറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് എല്ലാ വർഷവും വൃശ്ചിക മാസം കടന്നു വരുന്നു. പാലക്കാടൻ ചുരത്തിനപ്പുറത്ത് ഡക്കാൻ പീഠഭൂമിയിലെ എന്താണ് ഉഷ്ണവും പൊടിമണ്ണും ഒക്കെ ആയിട്ട് കടന്നു വരുന്ന കാറ്റ് മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീചി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്ത് ലക്ഷ്യമാക്കി പോകുന്നു. ചാലക്കുടി പുഴ കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരത്തെത്തുമ്പോഴേക്കും കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതിൻ്റെ ശക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ വശ്യവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്കുള്ള കടന്നുകയറ്റം പോലെ ആകാംക്ഷാഭരിതമാവുന്ന എന്താണ്? വനനാശകരാൽ വനത്തെ നശിപ്പിക്കുന്നവർ, വനനാശകരാൽ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നവർ, അവരെയാണ് വനനാശകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത, അതാണ്
പ്രകൃതിയുടെ അസ്പൃശ്യമായ, കടന്നു ചെല്ലാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്തൊരു സവിശേഷതയായിട്ട്, നിഗൂഢതയായിട്ടൊരു രഹസ്യമായിട്ട് ലേഖകന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് അട്ടപ്പാടി എന്ന ഈ ഭാഗത്തും പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന യാത്രാ വിവരണത്തിലെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. കാഴ്ചാനുഭവങ്ങൾ, രചനാഭംഗി, വർണ്ണനാഭംഗി എന്നിവയൊക്കെ പരിഗണിച്ച് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിൽ കാട്ടിനുള്ളിലേക്കുള്ള യാത്രയായിരുന്നു. വനപ്രദേശം നിറയെ കണ്ട പൂമ്പാറ്റകളുടെ സവിശേഷതകളാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും നൽകുന്ന കാഴ്ചകളായിരുന്നു അവ. ആഞ്ഞു വീശുന്ന വൃശ്ചിക കാറ്റേറ്റുകൊണ്ട് നാട്ടിലൂടെയുള്ള യാത്രയാണ് അട്ടപ്പാടിയിൽ വിവരിക്കുന്നത്. മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്ന കാറ്റിനെക്കുറിച്ചാണ് ഇവിടെ കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്തത് യാത്രാ വിവരണം എഴുതാം. കാടിനെ ചെന്നു തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും 2 രചനകളിൽ നിന്നും ലഭിച്ചല്ലോ. ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. എഴുതി നോക്കൂ. നിങ്ങൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങൾ വിവരിച്ച് എഴുതുക. എവിടെയാണ് സ്ഥലം, കാലം, സംഭവങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തണം. കാഴ്ചകൾ, ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, ജീവികൾ അവയൊക്കെ പരിചയപ്പെടുത്താം. പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാം. യാത്രയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എഴുതാം. സ്വന്തമായ കാഴ്ചപ്പാടൊക്കെ വിവരിച്ചുകൊണ്ട് എഴുതും. ഇതാ ഒരു ചെറിയ അനുഭവം. പൂത്തുലഞ്ഞ് നീർമാതളം. പറശ്ശിനിക്കടവിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ പോകണം. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃത്യമായി ഞാൻ പോകാറുണ്ട്. പ്രകൃതി സുന്ദരമായ ദൈവിക സന്നിധി. മുത്തപ്പ ഭഗവാനെ കാണാനാണ് എല്ലായ്പ്പോഴും പറശ്ശിനിക്കടവിൽ പോകാറുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം. പക്ഷേ ഈ വർഷം ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയാണ് അവിടെ പോയത്. അതിനൊരു കാരണമുണ്ട്. നീർമാതളം. അതെ, നമ്മുടെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ എഴുത്തുകൾക്ക് പ്രചോദനമായ നാലപ്പാട്ടെ കാവിൽ സുഗന്ധം പരത്തി വിടർന്ന് നിൽക്കാറുള്ള അതേ നീർമാതളം തന്നെ. നമ്മുടെ പറശ്ശിനി പുഴയോരത്തെ AKG തുരുത്തിൽ നീർമാതളം പൂത്തിരിക്കുന്നു എന്നറിഞ്ഞ് കാണാനാണ് ഫെബ്രുവരി അവസാനത്തെ ആഴ്ച ഞങ്ങൾ പുറപ്പെട്ടത്. വേലിയിറക്ക സമയമായതുകൊണ്ട് നടന്നു തന്നെയാണ് തുരുത്തിലേക്ക് കയറിയത്. മാധവിക്കുട്ടിയുടെ കൃതികളിലൂടെ സുപരിചിതമായ നീർമാതളപ്പൂക്കളെ അടുത്ത് കാണാമെന്ന ആവേശത്തിലായിരുന്നു ഞങ്ങളെല്ലാം. കുംഭച്ചൂടിൽ പൂത്തു വിടർന്ന് നിൽക്കുന്ന നീർമാതളം. ഇളം മഞ്ഞയും ചന്ദന നിറവും കലർന്ന നിറമുള്ള ഇതളുകൾ. മരത്തിൻ്റെ എല്ലാ കൊമ്പുകളിലും കുലകുലയായി പൂക്കൾ. പൂക്കൾക്കു ചുറ്റും തേന്നുകരാനായി എത്തിയ വണ്ടുകളും ശലഭങ്ങളും. കൂടെ ആ പൂമരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളും. അടുത്തത് കവിത എഴുതാം. വർണ്ണച്ചിറകുകളുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി വരുന്ന കവിത എഴുതി നോക്കൂ. പൂമ്പാറ്റകളെക്കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് കുമാരനാശാനും ഉള്ളൂരും സുഗതകുമാരിയും ഒക്കെ എഴുതിയ വരികളാണ്. ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് കവിത എഴുതാം. ഒരു ഉദാഹരണം. വർണ്ണച്ചിറകുമായി പൂവിതൾ തന്നിൽ നൃത്തമാടിടും പൂന്തേൻ നുകർന്നിടും. പൂത്തുമ്പികളോടും കരിവണ്ടിനോടും കൂട്ടുചേർന്നങ്ങനെ ഉല്ലസിക്കും. കണ്ണുകൾക്കാനന്ദമായി മേവിടും കുഞ്ഞു പൂമ്പാറ്റകൾ പൂമലരിൻ പ്രതീക്ഷകൾ. ഇനി എൻ്റെ സഞ്ചാരം വ്ളോഗ്. നിങ്ങൾ നടത്തുന്ന ഒരു ലഘുയാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. വ്ളോഗ് തയ്യാറാക്കുമ്പോൾ യാത്രയുടെ വീഡിയോ തയ്യാറാക്കണം. പോകുന്ന സ്ഥലങ്ങളിലെ ആകർഷകമായ കാഴ്ചകൾ ചിത്രീകരിക്കണം. വോയിസ് ഓവർ ഉൾപ്പെടുത്തണം. ആകർഷകമായ വിവരണമായിരിക്കണം. നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ടാവണം. വ്ളോഗ് എന്താണെന്ന് അറിയാലോ. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വീഡിയോയുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്നതിനെയാണ് വ്ളോഗിങ് എന്ന് പറയുക. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർ വ്ളോഗർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ന് വിനോദത്തിനും വിജ്ഞാനത്തിനുമായി നിരവധി വ്ളോഗുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണ്? സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ക്യാമറ, പിന്നെ ഒരു മൈക്ക് അല്ലെങ്കിൽ ഇയർഫോൺ ആവാം, ജിംബർ
ട്രൈപാഡ് തുടങ്ങിയവയൊക്കെ അവയുടെയൊക്കെ സഹായത്താൽ നല്ല വീഡിയോ തയ്യാറാക്കാം. എഡിറ്റിങ്ങിലും ശ്രദ്ധിക്കണം. ടൈറ്റിൽ കൊടുക്കണം. എന്ത് വിഷയവും ആവാം. കൂടുതൽ പ്രവർത്തനങ്ങൾ. അർത്ഥമെഴുതുക. ജീവസുറ്റ, ചൈതന്യമുള്ള. ഇലച്ചാർത്ത്, ഇലകളുടെ കൂട്ടം. രൂപാന്തരം, രൂപമാറ്റം. മന്ത്രണം, ചെറിയ ശബ്ദം. അന്നം, ആഹാരം. ഈർപ്പം, നനവ്, മൃദുലം, മാർദ്ദവമുള്ളത്. ഉരുമ്മുക, ഉരസുക. നിഗൂഢത, രഹസ്യമായ. ലവലേശം, അല്പം പോലും. ധാരാളിത്തം, ധൂർത്ത്. പിരിച്ചെഴുതുക. അന്നാദ്യം, അന്ന് പ്ലസ് ആദ്യം. ലക്ഷക്കണക്കിന്, ലക്ഷ പ്ലസ് കണക്കിന്. രൂപാന്തരം, രൂപ പ്ലസ് അന്തരം. മണ്ണടര്, മണ്ണ് പ്ലസ് അടര്. അവയ്ക്കൊപ്പം, അവയ്ക്ക് പ്ലസ് ഒപ്പം. ബഹുവചനം എഴുതുക. പൂമ്പാറ്റ, പൂമ്പാറ്റകൾ. ഇല, ഇലകൾ. കുഞ്ഞ്, കുഞ്ഞുങ്ങൾ. ഞാൻ, ഞങ്ങൾ. പര്യായപദങ്ങൾ. വനം, കാട്. വിപിനം, കാനനം. ശരീരം, ദേഹം. മെയ്യ്, തനു. പുഴ, തടിനി, മന്ദാകിനി, സരിത്ത്. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.